ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള കടലവടയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു കടലവട ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു ഗ്ലാസ് ചുവന്ന കടല ഒരു നൈറ്റ് കുതിർത്ത് എടുത്തിട്ടുള്ളതാണ്. ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് വരാം. ഇപ്പോൾ ഇതാ കടല നല്ല പെർഫെക്റ്റ് ആയി തന്നെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ചെറിയ തരികളോടെ കിട്ടണം, അതുകൊണ്ട് നന്നായിട്ട് അരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ക്രഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 പച്ചമുളക്, ചെറിയ 2 കഷ്ണം ഇഞ്ചി, ഒരു 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1 ടീസ്പൂൺ പെരിഞ്ജീരകവും കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഞാനിതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ടുകൊടുക്കാം. ഇനി നമ്മുടെ കടലവട നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കരുത്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമുക്കിത് കയ്യിലെടുത്ത് ഉരുട്ടിയിട്ട് ഷേപ്പാക്കാൻ പറ്റുന്ന ഒരു പാകത്തിൽ വേണം കിട്ടാൻ. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് മാവ് കുറേശ്ശെ എടുത്തിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ഞാനെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കടായിൽ എണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ വടകളായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ കണ്ടോ, ഇതിൻ്റെ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, 2 ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള കടലവട റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് റെഡി ആയിട്ടുള്ളത്. എന്തോരം ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നതെന്ന് അറിയാമോ? ഇതുപോലെ നമുക്ക് മറ്റുള്ള എല്ലാ കടലവടകളും റെഡിയാക്കി എടുക്കാം. ഇതുപോലെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വടകളുടെ റെസിപ്പികളൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും ഒന്ന് കാണണേ. ഇപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് ബാച്ചിലുള്ള കടലവടയും അടിപൊളിയായി തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ്. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, ഒട്ടും എണ്ണമായ ഒന്നുമില്ല. പുറമേയൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ വളരെ സോഫ്റ്റും ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള കടലവട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.